വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് JSK ജാനകി വി വേഴ്സസ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് കേരള റിലീസിനെത്തുന്നത്. ഇന്നിപ്പോൾ റിലീസായിരിക്കുകയാണ്. ഏതായാലും നമ്മോടൊപ്പം സംവിധായകൻ പ്രവീൺ നാരായണൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് വലിയൊരു വിവാദമാണ് ഇതോടൊപ്പം ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് ഈ ഒരു സിനിമ അതിൻ്റെ ഒരു പ്രതീക്ഷ ഫസ്റ്റ് ഷോ? നല്ല പ്രതീക്ഷയാണ്. നല്ല പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ സിനിമ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് റിലീസ് ചെയ്യുന്നത്. ഇപ്പം വരുന്ന പ്രതികരണങ്ങളിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ഇഷ്ടപ്പെട്ടോ? കണ്ടിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? അതാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കഷ്ടപ്പെട്ടതും ഓടിയതും എല്ലാം ബുദ്ധിമുട്ടിയതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പം തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ബാസുല്ലേട്ടാ, ഈ ഒരു വലിയൊരു വിവാദം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ നിങ്ങൾ അനുഭവിച്ച ഒരു വലിയ സംഘർഷമുണ്ട്. നിങ്ങൾ അനുഭവിച്ച ഒരു സംഘർഷമുണ്ട്. അതായത് വലിയൊരു വിവാദം വരുന്നു, നിങ്ങൾക്ക് റിലീസ് മാറ്റിവെക്കേണ്ടി വരുന്നു, അതിലൊരുപാട് കോടതി ഇടപെടലുകൾ വരുന്നു. ഇങ്ങനെയുള്ള സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നേരിടും? അല്ല, നമ്മൾ 2018 ഈ സിനിമ എഴുതാൻ നമ്മൾ തുടങ്ങുന്ന ആ ഒരു നിമിഷം തൊട്ട് സിനിമ റിലീസാകുന്ന ഒരു മൊമെന്റ്, അതിനെപ്പറ്റി മാത്രമായിരിക്കും നമ്മുടെ മുമ്പിലുള്ള സ്വപ്നം. അതിന് ഇടയ്ക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. 2018 തൊട്ട് 2025 ജൂൺ 17 ഈ ഒരു വിവാദം ഉണ്ടാകുന്നത്. അതിനിടയ്ക്കുള്ള 6.5 വർഷത്തിനിടയ്ക്ക് ഒരുപാട് വിഷയങ്ങളല്ലാതെ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് വിവാദമായതുകൊണ്ട് പുറത്തേക്ക് വന്നു. എങ്കിലും എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഈ സിനിമയുമായിട്ട് നിൽക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും സിനിമ ഇറക്കുക എന്നൊരു ലക്ഷ്യത്തിനപ്പുറം വേറെ ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല. ഇത് മറ്റൊരു വിവാദമായിട്ട് സമൂഹത്തിൽ ആളിക്കത്തിക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ഒരു തലത്തിലേക്ക് മാറ്റുവാനോ അങ്ങനെ വിവാദങ്ങളെക്കാളൊക്കെ ഉപരി ഈ സിനിമ ഇവിടെ റിലീസായാൽ ഇതിൻ്റെ മെറിറ്റ് സംസാരിക്കും. ഈ സിനിമ നാളെ സംസാരിക്കുന്ന ഉത്തമ ബോധ്യം സുരേഷ് ഏട്ടനും ഇതിൻ്റെ എഴുത്തുകാരനും അല്ലെങ്കിൽ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സും ജയഫനീന്ദ്രനും ഉൾപ്പെടെ പ്രൊഡ്യൂസേഴ്സിനും കോ പ്രൊഡ്യൂസേഴ്സിനും സേതുചേട്ടനും കിരണിനും സജിത്തേട്ടനും എല്ലാവർക്കും സുജിത്തേട്ടനും എല്ലാവർക്കും പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ സിനിമ റിലീസായാലും ഇതിവിടെ സംസാരിക്കും, അല്ലെങ്കിൽ ഈ സിനിമ റിലീസ് ആകേണ്ട സിനിമയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എങ്ങനെ നമുക്ക് സിനിമയ്ക്ക് അപകടകരമല്ലാത്ത വിധത്തിൽ, സിനിമയെ ബാധിക്കാത്ത വിധത്തിൽ എങ്ങനെ ഈ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാം എന്ന് മാത്രമേ നമ്മൾ ആ നിമിഷങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ ശ്രമങ്ങൾ നടത്തിയതും അതിൻ്റെ ഭാഗമായിട്ട് ആണ് കോടതി ഇടപെട്ടതും നമുക്ക് ഇത്രയും നല്ലൊരു വിധി ഉണ്ടാവുന്നതും സിനിമ ഇന്ന് റിലീസാവുന്നതും നിങ്ങളെല്ലാം സിനിമ കണ്ടതും എല്ലാവരും സന്തോഷവാന്മാരായതും. ഇതിലിപ്പോൾ കട്ട് ചെയ്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യപ്പെട്ട ഭാഗങ്ങൾ അത് സിനിമയെ ബാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അത് വെച്ച് മാത്രം കണ്ട ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ സിനിമ എഴുതി ഉണ്ടാക്കുന്നത്. അപ്പം അതിനുശേഷം ഈ അവസാന നിമിഷം ഇങ്ങനെ ഉണ്ടാവുമ്പം അത് ബാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കത് അറിഞ്ഞുകൂടാ, കണ്ട നിങ്ങൾ വേണം പറയാനായിട്ട്. പിന്നെ 1-2 സ്ഥലങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ജാനകി എന്നുള്ള പേര് മാറ്റി അവർ മ്യൂട്ടഡ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒന്നുകൂടെ ചെറിയ സ്ഥലങ്ങളിൽ ജാനകി എന്നുള്ളത് മാറ്റി നിങ്ങളെന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വലിയൊരു തട്ടുകേടില്ലാതെ പിന്നെ ആ ഒരു എനിക്കൊന്ന് ആ ഒരു സീനിന്റെ സീരിയസ്നെസ് ഹെവി ആയിരുന്നു അല്ലേ. ആ ഒരു സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ അതിനകത്ത് ഇൻവോൾവ് ആയിപ്പോയി ഒരുമാതിരിപ്പെട്ട എല്ലാവരും. എന്തോ അത് വളരെ കോർട്ട് റൂമിന്റെ സീൻ എടുക്കുമ്പോഴാണെങ്കിലും ഞാനും ക്യാമറമാനും തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടാണ് അതൊരു 3 സെഗ്മെന്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ആ 3 സെഗ്മെന്റിലും എങ്ങനെയുള്ള ഷോട്ടുകൾ വരണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കണം, എങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് ആ ഒരു ഇമോഷൻ. കാരണം എനിക്കൊരു 40 മിനിറ്റ്സ് 38 മിനിറ്റ്സ് കണ്ടിന്യൂ ആയിട്ട് പോകുന്ന ഒരു കോർട്ട് സീനാണ്. അപ്പോൾ അതിലൊരു മുഷിച്ചിൽ ഉണ്ടാക്കാതെ അതിനൊരു എലിവേഷൻ ഉണ്ടാകണം. ആ ഒരു തുടങ്ങുന്നിടത്തും തന്നെ ഗ്രാഫ് പതിയെ ഗ്രിപ്പ് ചെയ്ത് കയറി ആ ഒരു അവസാനത്തെ മൊമെന്റിലേക്ക് എത്തുമ്പോൾ മാക്സിമം അതിനെ ഒരു ഒരു ബേസ്റ്റിംഗ് ലെവലിലേക്ക് എത്തുന്ന അങ്ങനെയാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്തത്. അത് വളരെ കൃത്യമായിട്ട് വർക്കൗട്ടായി എന്നറിഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പേര് കോടതി സീനുകളെ പറ്റി മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാസ്റ്റിംഗ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട അനുപമയോടാണ്. കാരണം അനുപമ ആ കഥാപാത്രത്തിന് ശരിക്കും ജീവൻ നൽകുകയാണ് ചെയ്തത്. ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാം അന്നും എന്നും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഓരോ ഷെഡ്യൂളിലും വിളിക്കുന്ന അത്രയും തിരക്കുള്ളൊരു ആർട്ടിസ്റ്റാണ് അനുപമ. ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അത്രയും തിരക്കുള്ള ഒരു നടിയായിട്ട് പോലും വിളിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും ഏകദേശം ഒരു 6-7 ഷെഡ്യൂളിൽ ഓടി വരികയും ഷൂട്ട് ചെയ്യുകയും എല്ലാം ചെയ്തതാണ്. ഇന്നത്തെ ദിവസം ശരിക്കും അനുപമയുടെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ജാനകിയുടെ ദിവസമാണത് എന്ന് പറഞ്ഞാൽ അനുപമയുടെ ദിവസമാണത്. പിന്നെ മാധവ് സുരേഷ്, അസ്കർ അലി, ബാക്കി എല്ലാവരും ഇപ്പം മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് കുറച്ച് പേര് എറണാകുളത്ത് വനിതയെ കാണുന്നുണ്ട്. ഇനി ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വീണ്ടും ഒരുമിച്ചാവും. ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ കരുവന്നൂരും അതുപോലെ തന്നെ കേരളയിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണ്? നമ്മളെല്ലാം രഞ്ജി പണിക്കരുടെ, ഷാജി കൈലാസിൻ്റെയും ജോഷി സാറിൻ്റെ ഒക്കെ സിനിമ കണ്ട് വന്ന ആൾക്കാരല്ലേ. അപ്പം രഞ്ജി സാറെന്ന് പറയുന്നത് അന്ന് ഇന്ന് നമ്മളുടെ ഒരു ഒരു വലിയൊരു ഫാനാണ് രഞ്ജി സാറിൻ്റെ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, എഴുത്തിൻ്റെ രീതി
അപ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ എഴുത്തിലും നമ്മുടെ ചർച്ചകളിലും നമ്മുടെ ആ ഒരു കാഴ്ചകളിലൊക്കെ ഇതിൻ്റെയൊക്കെ അംശങ്ങൾ ഉണ്ടാവും. അതെത്ര ഞാൻ ഇല്ല എന്ന് വെച്ചാലും അതുണ്ടാവും. അതങ്ങനെ കയറി വന്നതായിരിക്കണം. ജയരാകട്ടെ, ആശംസകൾ. താങ്ക് യു. ഏതായാലും വലിയ പ്രതീക്ഷയാണ് തിയേറ്ററുകളിൽ ഈ സിനിമയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ വിവാദങ്ങൾക്ക് ശേഷം വരുന്ന സിനിമയാണ് JSK. അതിൻ്റേതായിട്ടുള്ള ആളുകളും നേരത്തെ തന്നെ ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വലിയ ജനങ്ങളെ തന്നെ കാണുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചത്തിനോടൊപ്പം റിപ്പോർട്ടർ PT മുഹമ്മദ് ജസീം, റിപ്പോർട്ടർ, തൃശ്ശൂർ.